നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എക്സസൈസ് 9.2-ലെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ ഹോളോ സിലിണ്ടർ ഈസ് 4224 centimeter square. It is cut along its height and formed a rectangular sheet of width 33 centimeter. Find the perimeter of a rectangular sheet. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഹോളോ സിലിണ്ടറിനെ കുറിച്ചാണ്. ഹോളോ സിലിണ്ടർ മീൻസ് ടോപ്പും ബോട്ടവും ഓപ്പൺ ആയിട്ടുള്ള സിലിണ്ടറിനെയാണ് ഹോളോ സിലിണ്ടർ എന്ന് പറയുന്നത്. ഹോളോ സിലിണ്ടറിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ തന്നിട്ടുണ്ട് 4224 centimeter square ആണ്. ഈ ഒരു ഹോളോ സിലിണ്ടറിനെ ഹൈറ്റിന് കണക്കായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ലഭിക്കും? റെക്റ്റാങ്കുലർ ഷീറ്റ് ലഭിക്കും. കാരണം ഈ ഒരു സിലിണ്ടർ നിവർത്തുന്ന ഒരു പേപ്പർ സിലിണ്ടർ ആണെങ്കിൽ, ഇത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സിലിണ്ടർ ആണെങ്കിൽ ആ പേപ്പർ കട്ട് ചെയ്താൽ അത് നിവർത്തുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? റെക്റ്റാങ്കുലർ ഷീറ്റ് ആയിരിക്കും. ചെറിയ ക്ലാസ്സിലൊക്കെ സിലിണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ടാവാം പേപ്പർ യൂസ് ചെയ്തിട്ട്. റെക്റ്റാങ്കുലർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് സിലിണ്ടർ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടാവും. സോ ഈ ഒരു ഹോളോ സിലിണ്ടർ ഹൈറ്റിന് കണക്കായി കട്ട് ചെയ്യുകയാണെങ്കിൽ ലഭിക്കുന്നത് എന്തായിരിക്കും? റെക്റ്റാങ്കുലർ ഷീറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ലാറ്ററൽ സർഫസ് ഏരിയ ഏതിന് ഈക്വൽ ആയിരിക്കും? റെക്റ്റാങ്കുലർ ഷീറ്റിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. ലാറ്ററൽ സർഫസ് ഏരിയ മീൻസ് ടോപ്പും ബോട്ടവും ഒഴികെയുള്ള കർവ്ഡ് ഫേസിന്റെ ഏരിയ ആണ് ലാറ്ററൽ സർഫസ് ഏരിയ എന്നത്. സോ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ ഹോളോ സിലിണ്ടർ ഈക്വൽ ടു ഏരിയ ഓഫ് rectangular sheet. Area of rectangular sheet. Lateral surface area of a hollow cylinder is equal to area of rectangular sheet. Lateral surface area തന്നിട്ടുണ്ട് 4224 centimeter square. ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കുലർ ഷീറ്റ് ആണ്. പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ, റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? എന്താണ് പഠിച്ചിട്ടുള്ളത്? 2 × L + B. 2 × L + B ആണ് റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ ലെങ്ത് നമ്മൾക്ക് അറിയില്ല. ലെങ്ത് ഇവിടെ കണ്ടുപിടിക്കണം. ലെങ്ത് അറിയില്ല, ബട്ട് എന്തറിയാം? ഇവിടെ ക്വസ്റ്റ്യനിൽ ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. B തന്നിട്ടുണ്ട്. B = 33 centimeter. B 33 തന്നിട്ടുണ്ട്, ബട്ട് ലെങ്ത് തന്നിട്ടില്ല. സോ ലെങ്ത് കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് ഷീറ്റ് അതായത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എന്താ ഇക്വേഷൻ? L × B ആണ്. L × B ആണ് ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ. സോ ഏരിയ ഓഫ് റെക്റ്റാങ്കുലർ ഷീറ്റ് അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ ഹോളോ സിലിണ്ടർ. സോ L × B ഈസ് ഈക്വൽ ടു 4224 centimeter square. 4200 centimeter square ഏതിന് ഈക്വൽ ആണ്? ഏരിയ ഓഫ് എ റെക്റ്റാങ്കുലർ ഷീറ്റ്. ദെൻ L അറിയില്ല, B ഇവിടെ തന്നിട്ടുണ്ട്. സോ L × B is 33 equal to 4224 centimeter square. Therefore, L is equal to 4224 centimeter square divided by 33 centimeter.
33 centimeter. 33 centimeter എന്താണ് ഇവിടെ? breadth ആണ്, B ആണ്. So that's equal to centimeter square കട്ട് ചെയ്യുമ്പോൾ centimeter. Then 4224 divided by 33. 4224 divided by 33. How many times 33 in 42? 1 times. 1 into 33 is equal to 33. 42 minus 33. 12 minus 12 minus 3 is equal to 9. And 3 minus 3 is 0. Then 2 ഇറക്കി എഴുതുക. 92. How many times 33 in 92? 2 times. 2 into 33 is equal to 66. 92 minus 66. 12 minus 6 is 6. Then ഇവിടെ 8 remaining. 8 minus 6 is 2. 26. Then 4 ഇറക്കി എഴുതുക. That is 264 divided by 33. How many times in 264 is 8. 8 into 33 is 264. 8 into 3 is 24. 2 is carrying. Then 8 into 3 is 24. 24 plus 2 is 26. Is equal to 0. Answer is 128 centimeter. Length is equal to 128 centimeter. Then കണ്ടുപിടിക്കേണ്ടത് perimeter ആണ് കണ്ടുപിടിക്കേണ്ടത്. Perimeter of a rectangle. Perimeter is equal to 2 into L plus B. 2 into L plus B equal to 2 into length 128 plus breadth B is equal to 33. 128 plus 33 equal to 128 plus 33. 8 plus 3 is 11. Carrying 1. Then 3 plus 3 is 6. Then 1. 161. Then 2 into 161 is equal to 2 into 1 is 2. Then 2 into 6 is 12. Carrying 1. Then 2 into 1 is 2. 2 plus 1 is 3. That's equal to 322 centimeter. Answer is 322 centimeter. ഇവിടെ perimeter of a rectangular sheet ആണ് കണ്ടുപിടിക്കേണ്ടത്. 322 centimeter. So ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. Then എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.